ഏതായാലും തൽക്കാലം ഞാൻ തന്നെ വെറുതെ വിടുന്നു. ഇനിയും ഓരോ കള്ളക്കഥ ഉണ്ടാക്കി കല്യാണം നടത്തിച്ച് കമ്മീഷൻ തട്ടുന്ന തന്റെ നെറികെട്ട തന്ത്രങ്ങളുമായിട്ട് തൃച്ചംബരത്തിന്റെ പടി കടന്നു വന്ന തന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. ഈ നിമിഷം കടന്നോണം ഇവിടുന്ന്. ഗെറ്റ് ലോസ്റ്റ് ഐ സേ. ഇഡിയറ്റ്. എടുത്തോണ്ട് പോടോ. ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ. ഇനി വഴി തെറ്റിപ്പോലെ ഈ ഏരിയയിൽ കണ്ടേക്കരുത്. പോ. അങ്ങനെ ആനന്ദിന്റെ ആദ്യത്തെ കല്യാണാലോചനാ യോഗം പകുതിക്ക് പിരിച്ചുവിട്ടിരിക്കുന്നു. ഹോ, എന്തൊരാശ്വാസം, എന്തൊരാശ്വാസം. ദൈവമേ, നീ ഒരു സംഭവം തന്നെ. ഏതായാലും വിലാസിനിയുടെ ജോലി കുറഞ്ഞു. ഇനി ആനന്ദിന്റെ പെണ്ണ് ജയന്തിയാണെന്ന് ഉറപ്പിക്കാൻ എളുപ്പ. അത് കഴിഞ്ഞിട്ട് വേണം അഖിലയെ തൃച്ചംബരത്തെ വിലാസിനിക്കൊന്ന് കൈകാര്യം ചെയ്യാൻ. ബ്രോ, കൊഞ്ചം ടെൻഷനിലാണെന്ന് തോന്നല്ലോ. എന്തു പറ്റി? അമ്മ ബ്രോക്കറെ അടിച്ചു തോർത്തുള്ള വിഷമത്തിലാണോ? അതല്ലടാ, ആഫ്റ്റർ ഓൾ ആ ബ്രോക്കറുടെ ഒരു ചെറിയ വിഷയം. പക്ഷേ അത് എന്നെ അമ്മ ഏത് രീതിയിൽ എടുത്തെന്ന് കണ്ടില്ലേ? നിന്നോട് കള്ളം പറയേണ്ട കാര്യമില്ല. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഒരു കല്യാണാലോചന തന്നെ അമ്മ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോ കല്യാണത്തിന്റെ ഡെമോ ഷൂട്ടില് രാജീവിന് പകരം ഞാനാണ് കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് അമ്മ അറിഞ്ഞ അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടെ ഒരു കൊലപാതകം ഉറപ്പാണ്. കൊല വരുന്ന പോലെ വരട്ടെ ബ്രോ. ദേ, തൃച്ചംബരത്തിന്റെ ബിസിനസ് സാമ്രാജ്യം വലുതാക്കാനാ നമ്മൾ രക്തസാക്ഷിയാവുന്നത്. ഒരു പുതിയ പ്രൊജക്ട് കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. ഒന്നാമത് രാജീവിന് അന്ന് സുഖമില്ലാതാവുന്നു നമ്മൾ അറിഞ്ഞതല്ല. അന്നത്തേതൊരു പ്രത്യേക സിറ്റുവേഷൻ ആയിരുന്നു. അമ്മയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ അത് അപ്പ നോക്കാന്നേ. അതല്ലടാ, കാര്യം അറിയുമ്പോ അമ്മ നമ്മളോട് ക്ഷമിച്ചെന്നിരിക്കും. ആഫ്റ്റർ ഓൾ രക്തബന്ധമല്ലേ. പക്ഷേ ആ ദേഷ്യവും വൈരാഗ്യം എടുത്ത് അമ്മ തലകടിക്കാൻ പോകുന്നത് കല്യാണിയുടെ ആയിരിക്കും. അതോർക്കുമ്പോഴൊരു സ്വസ്ഥത കിട്ടാത്തത്. ബ്രോ പറയുന്നൊക്കെ ശരിയാ. പക്ഷെ കല്യാണി ബ്രോയുടെ കൂടെ ഇരിക്കാൻ പോലും സമ്മതമല്ലെന്ന് വാശി പിടിച്ചതാ. ഞാനാണ് നിർബന്ധിച്ച് അവളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് കല്യാണിയെ ഇക്കാര്യത്തിൽ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കരുത്. അമ്മ എന്ത് ശിക്ഷ വന്നാലും അത് ഞാനും ബ്രോയും കല്യാണിയും കൂടി തുല്യമായി അനുഭവിക്കണം. എന്താ, അങ്ങനെയായിക്കൂടെ നമ്മുടെ തീരുമാനം? നമ്മൾ 3 പേരല്ല, നമ്മൾ 2 പേര്. ഇവിടെ ഈ വിഷയത്തിൽ കല്യാണിയെ നമ്മൾ രക്തസാക്ഷിയാക്കില്ല. ഷീസ് ഇന്നസെന്റ്. നമ്മളിത് കൈകാര്യം ചെയ്യും. അതാണ് തീരുമാനം. ഓക്കെ? ഓക്കെ അല്ല, ഡബിൾ ഓക്കെ. കൈയോട് ബ്രോ.
ഇങ്ങനെ പെട്ടെന്ന് പ്രോഗ്രാം പറ്റിയാ എനിക്ക് വരാൻ പറ്റില്ലടാ. മച്ചു, പഴയ പോലെ അല്ല കാര്യങ്ങള്. ദേ, ഒന്നാമത് 26-ാം തീയതി വീട്ടില് 2 ഫംഗ്ഷനുകളാ. അതിന്റെ തലേ ദിവസം ഒരു ഫുൾ ഡേ മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞാ ഇറ്റ്സ് ഇമ്പോസിബിൾ. നടക്കുന്ന കാര്യമല്ലത്. ആ ശരി ശരി ശരി, എല്ലാം ഓക്കെയാണ്. പക്ഷെ എനിക്ക് എന്റെ ബ്രോയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? നീ തന്നെ പറ. അതുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിട്ടേക്ക്. ഏതായാലും നമ്മുടെ ചങ്കുകളൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് വിളി. ഓക്കെടാ, ശരി, ഗുഡ് നൈറ്റ്, ബൈ. ആ അത് ശരി. അപ്പൊ ഞാൻ ആരോട് സംസാരിക്കായിരുന്നു? ഒളിഞ്ഞു നിന്ന് കേൾക്കായിരുന്നല്ലേ? ഓ, നിനക്ക് ഇനിയും ബുദ്ധിയും ബോധമൊന്നും വന്നിട്ടില്ല അരവിന്ദ. ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ വരുന്നവര് തൊട്ടു പുറകിൽ നിന്നാണോ കേൾക്കുന്നത്? അതും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിൽ. കഷ്ടം തന്നെ. ഓ ആയിക്കോട്ടെ, എനിക്ക് അല്പം ബുദ്ധിയും ബോധമൊക്കെ കുറവാണ്. എന്നോട് കഷ്ടം വെക്കാൻ നിൽക്കാതെ വന്ന കാര്യം പറഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നേരം കുറേയായി. നേരെ എത്രയായാലും കിടന്നാൽ എനിക്ക് ഉറക്കം കിട്ടില്ല. ഭയങ്കര ഒരു പേടിയാ എനിക്ക്. അതാ ഇപ്പൊ വന്ന് മുന്നിൽ നിൽക്കുന്ന. എങ്ങനെ പേടിയോ? അതും നിനക്ക്? കൊള്ളാം, ഞാൻ അങ്ങ് വിശ്വസിച്ചു. തെറ്റ് ചെയ്താ പേടിച്ചല്ലേ പറ്റൂ. പക്ഷേ ഇവിടെ തെറ്റ് ഞാൻ സ്വയം ചെയ്തതൊന്നുമല്ല, നീ ചെയ്യിപ്പിച്ചതാ. ഞാൻ ചെയ്യിപ്പിച്ചെന്നോ? നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കള്ളം. മനസ്സിലാകാത്തതല്ല, മനസ്സിലായില്ല എന്ന് മനഃപൂർവ്വം നടിക്കുന്നതാ. നീ ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ബാക്ക് പോയി നോക്ക്, ഓർമ്മ വരും. പഴയ ഒരു രാത്രി, അന്ന് നിന്റെ ഇഷ്ടം കിട്ടാൻ എന്തും ഞാൻ ചെയ്യൂന്ന് പറഞ്ഞ് നിന്റെ മുന്നിൽ വന്ന് നിന്നു. നീ ആവശ്യപ്പെട്ടത് കൂടെ ഇരുന്ന് കള്ളു കുടിക്കാനാ. ഞാൻ മദ്യപിക്കുമ്പോഴേ നീ എനിക്ക് കമ്പനി തരണം, മനസ്സിലായോ? നീ എന്റെ കൂടെ ഇരുന്ന് കുടിക്കണമെന്ന് പറ്റുമോ നിനക്ക്? നിന്റെ കൂടെ ഇരുന്ന് കുടിച്ചാലേ നിനക്ക് എന്നോട് ഇഷ്ടം തോന്നുള്ളൂ എങ്കിൽ അതിന് ഞാൻ തയ്യാറാ. തീർച്ചയാ? 100%. അത് തീർച്ച. ഗ്ലാസ് എടുക്ക്. ഹലോ മാഡം, ഗ്ലാസ് എടുക്കാൻ. Cheers. എന്തു പറ്റി? എന്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യുന്നു നീ പറഞ്ഞിട്ട് ഇപ്പൊ എന്തു പറ്റി? ആ കമോൺ നന്ദന. Cheers. കുടിക്കുന്നന്തനെ എന്തോ ഒരു പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് ഇപ്പൊ എന്താ പ്രതിമ പോലെ ഇരിക്കുന്നേ? കമോൺ, ജസ്റ്റ് ഹാവ് ഇറ്റ്. ആ ദേ, ഇപ്പൊ കാണണം നിന്റെ ധൈര്യം. എന്താ എന്തു പറ്റി? എന്തെങ്കിലും നോക്കുന്നേ? നിന്റെ കൂടെ ജീവിക്കാൻ ഇത് മാത്രമല്ല,
കൊടും വിഷം വേണമെങ്കിലും കുടിക്കൂ ഈ നന്ദന. പറഞ്ഞതുപോലെ ചെയ്ത എന്റെ ഒരു ശീലം. സൂപ്പർ, കയ്യോട്. അരവിന്ദ്, അത് വേണ്ട. ഏയ് കുഴപ്പമില്ലെന്നേ, ബിയർ പോലെ തന്നെ ഇതും. അല്ല വേണ്ട, പ്ലീസ് പറയുന്നൊന്ന് കേക്ക്. കുഴപ്പമില്ലടോ. വേണ്ട പ്ലീസ്. ഒരു പ്ലീസും ഇല്ല, കുടിക്കുന്നതന്നെ. ദേ, പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആൾക്ക് എന്തിനാ ഇത്ര പ്രശ്നം? ഞാനൊന്ന് കാണട്ടെ നിന്റെ കപ്പാസിറ്റി. ഇപ്പൊ എന്ത് പറയുന്നു? എന്നെ കല്യാണം കഴിക്കാനുള്ള തടസ്സമൊക്കെ മാറിയില്ലേ? എനിക്കറിയാം അരവിന്ദ്, നിന്റെ ഉള്ളിൽ എന്നോടൊരു ഇഷ്ടമുണ്ട്. You love me a lot, right? Right? ആ. എടാ, നിനക്കറിയോ, ഈ ബിസിനസ് തലയ്ക്ക് പിടിക്കുന്നതിന് മുന്നേ കഥകളോടായിരുന്നു നന്ദനയ്ക്ക് പ്രിയം. ഈ ഈ ആ മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയോട് ഭയങ്കര ആരാധനയായിരുന്നു എനിക്ക്. നീർമാതളം പൂത്ത കാലം വായിച്ചിട്ടുണ്ട് അരവിന്ദ്? ആ, അതിനകത്ത് മാധവിക്കുട്ടി പറയുന്നുണ്ട്, എനിക്ക് പ്രണയം വേണം, അതെനിക്ക് പ്രകടമായി തന്നെ കിട്ടണം. ഉള്ളില് പ്രേമമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാനാവുന്നില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കില്ല. ഇല്ല ഇല്ല. ശവകുടീരത്തിൽ വന്ന് പൂവിട്ടാൽ ഞാൻ അറിയുവോ എന്ന്. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? അല്ലേ അല്ലേ? പറയടാ. 100% കറക്റ്റാ. അതുപോലെ എനിക്കും വേണം അരവിന്ദിന്റെ മറയില്ലാത്ത പ്രണയം. ആ, അതിനുവേണ്ടിതാ മദ്യപിക്കലല്ല, ഒരാളെ കൊല്ലം പറഞ്ഞ പോലും ഞാൻ ചെയ്യും. നീ വേണമെങ്കിൽ പറഞ്ഞോ, നോക്ക് നോക്ക്, അപ്പ കാണാൻ നന്ദനയുടെ കാലിബർ എന്താണെന്ന്. നീ എന്തിനപ്പ ചിരിക്കുന്നെ? വാട്ട്സ് സോ ഫണ്ണി?
ഞാൻ ഫിറ്റ് ചെയ്തോണ്ടാണോ നീ ഫിറ്റ് ആയതുകൊണ്ടല്ല, ഞാൻ ഫിറ്റ് അല്ലാത്തോണ്ടാ. ആ അതുകൊണ്ടേ ഇതൊക്കെ ഞാനങ്ങ് റെക്കോർഡ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. വേണമെങ്കിൽ കാണാം. മൈ ഗോഡ്, നീ ഇത് നോ 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 കേക്ക് ഇവിടുത്തെ സാഹസം ഒന്നും കാണിക്കില്ല. സത്യം പറഞ്ഞ ഞാനിപ്പോ ആലോചിക്കുന്നത് മറ്റൊന്നാ. ഈ വീഡിയോ എങ്ങാനും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി കണ്ട, അല്ല ഇനി ഞാൻ തന്നെ നിന്നെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ചാ പോലും അമ്മ സമ്മതിക്കില്ല എന്നുള്ളതാ. You bloody cheat. നീ എന്നെ ചതിച്ചു അല്ലേ? മൊബൈൽ വേണ്ട, മൊബൈൽ Give me your phone. സോറി. നീ എന്നെ എന്തൊക്കെ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടെന്നറിയോ? അതിന്റെ മുമ്പിൽ ഇതൊക്കെ ഒരു ചീള് കേസല്ലേ. വേണ്ട അരവിന്ദ്, അത് ഡിലീറ്റ് ചെയ്തേക്ക് പ്ലീസ്. നീ പറഞ്ഞുകൊണ്ടല്ല ഞാനത് കുടിച്ചത്. അത് നമ്മക്കല്ലേ അറിയുള്ളൂ, അമ്മയ്ക്ക് അറിയില്ലല്ലോ. നോക്ക്, ഇനി നീ എന്നെ ടോർച്ചർ ചെയ്യാൻ വന്ന ഇത് ഞാൻ എന്റെ അമ്മയെ കാണിക്കും. അതോടെ നിന്റെ അന്ത്യം, ദി എൻഡ്. പണ്ടത്തെ സിനിമാ പഞ്ചൊക്കെ പറയുകയാണെങ്കിൽ ജസ്റ്റ് റിമെമ്പർ ദാറ്റ്, ഓക്കെ? ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യുന്ന തെളിയിക്കാനാ അന്ന് കുടിച്ചത്. പക്ഷെ നീ എന്നെ ചതിച്ച് ഇപ്പോഴും ആ വീഡിയോ കൊണ്ട് നടക്കുന്നു. എന്റെ ഉറക്കം പോകുന്നത് അതുകൊണ്ടാ. നീ ആ വീഡിയോ അഖിലാന്റിയെ കാണിക്കുമെന്നുള്ള പേടി കൊണ്ട്. അത് സാരമില്ല. അമ്മയുടെ പേര് പറഞ്ഞ് നീ എന്നെ ഒരുപാട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടില്ലേ? ഇപ്പൊ മനസ്സിലായോ അന്ന് ഞാൻ അനുഭവിച്ച വേദന എത്രയാണെന്ന്? പഴയതൊക്കെ കള അരവിന്ദ്. ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് മാറിയില്ലേ? ദേ, ഇപ്പോഴും ഞാൻ പറയാ, നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇനിയും ചെയ്യാൻ റെഡിയാ. ആ വീഡിയോ അതൊന്ന് ഡിലീറ്റ് ചെയ്തേക്ക് പ്ലീസ്. ഇപ്പൊ നീ എന്റെ മുമ്പിൽ നിന്ന് കെഞ്ചുന്നില്ലേ? അതിന് കാരണം തന്നെ ദേ ഈ വീഡിയോ. അങ്ങനെയുള്ള ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാനേ അരവിന്ദ് മണ്ടനൊന്നുമല്ല. എനിക്ക് MBA ഗോൾഡ് മെഡലൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കോമൺ സെൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചോ. അപ്പോ ശുഭരാത്രി. അരവിന്ദ് 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 പ്ലീസ് 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 ഡിലീറ്റ് ചെയ്യ്. ഞാൻ നിന്റെ കാല് പിടിക്കാം, അതൊന്ന് ഡിലീറ്റ് ചെയ്യ് പ്ലീസ്. നീ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യാന്ന് പറഞ്ഞില്ലേ? പ്ലീസ്. എന്ത് പറഞ്ഞാലും നീ ചെയ്യോ? എന്ത് പറഞ്ഞാലും? നിന്റെ ഈ നിൽപ്പും ചിന്തയൊക്കെ കണ്ടാലേ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു നാടകമെന്നൊക്കെ തോന്നുമല്ലോ. അറിയാലോ, ഇത് അരവിന്ദ. അല്ല അരവിന്ദ്, ഇത് ഡ്രാമയൊന്നും അല്ല. നീ എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യാം. ശരി, ഞാൻ പറയുന്നത് നീ ചെയ്താ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാ. ഓക്കെ? ഓക്കെ, നീ പറ, ഞാൻ എന്ത് ചെയ്യണം? പറഞ്ഞോ, ഞാൻ എന്തിനും തയ്യാറാ. കല്യാണിയുടെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ നിശ്ചയമല്ലേ, അത് നടക്കരുത്. കല്യാണിയുടെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ നിശ്ചയമല്ലേ, അത് നടക്കരുത്. മനസ്സിലായില്ലേ? നിശ്ചയം നടക്കരുതെന്ന്. നീ എന്തൊക്കെ അരവിന്ദേ പറയുന്നേ? അത് ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമല്ല. നോ, നീ വിചാരിച്ച നടക്കും. നീ വിചാരിച്ചാലേ അത് നടക്കൂ. ഞാൻ പല മാർഗവും നോക്കി, ഒരു രക്ഷയില്ലാത്തോണ്ട. ഇല്ല, ഇതെനിക്ക് പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. നീ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ ഞാൻ പറയുന്നത് എന്തും ചെയ്യാൻ തയ്യാറാണെന്ന്. പറഞ്ഞ് നാവ് അകത്തിട്ടില്ല.
അപ്പോഴേക്കും വാക്ക് മാറ്റി. കൊള്ളാം. അപ്പൊ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണ്ട അല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ. ശരി. ഈ നിശ്ചയം മുടക്കുന്നതും നീ ഈ വീഡിയോ ആന്റിയെ കാണിക്കുന്നതും ഫലം ഒന്ന് തന്നെയാണ്. രണ്ടായാലും നിശ്ചയം മുടങ്ങും. അപ്പൊ പിന്നെ നീ ആ വീഡിയോ ആന്റിയെ കാണിച്ചേക്ക്, അതാ നല്ലത്. അതിന് ഞാൻ നിശ്ചയം മുടക്കണോന്ന് പറഞ്ഞില്ലല്ലോ. അതെനി നടക്കാത്ത കാര്യമല്ലേ. നിശ്ചയം 1 മാസം നീട്ടി വെക്കണം, അത്രേ ഉള്ളൂ. അത് നീ വിചാരിച്ചാ പറ്റും. ഞാൻ പറഞ്ഞത് നീ ചെയ്ത ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് ഈ അരവിന്ദന്റെ വാക്കാ, ഒരിക്കലും മാറാത്ത വാക്ക്. നീ തന്നെ ആലോചിച്ച് തീരുമാനിക്കും. അപ്പോ ഗുഡ് നൈറ്റ്. So watch your step, cuz do what you're told. This is my kingdom, do what you're told. You wind up in a box all cold, you're told. Yeah, do what you're told, come on now. So watch your step, cuz do what you're told. This is my kingdom, do what you're told.